ആറന്മുള നിയോജക മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ വഞ്ചിപ്പാട്ട് പാടിയാണ് കുടുംബയോഗങ്ങളിൽ സ്വീകരണം നൽകിയത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരായി വോട്ട് ചെയ്ത ബി.ജെ.പി വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മൂന്നാം ഘട്ട പ്രചരണം കഴിയുമ്പോൾ ആറന്മുളയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എങ്ങനെയുണ്ട് മൂന്നാം ഘട്ട പ്രചരണം? മൂന്നാം ഘട്ട പ്രചരണം കുറച്ചുകൂടെ വിപുലവും വ്യാപകവുമായി ശക്തമായി. കാരണം ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നിറങ്ങി ചെന്ന് അവിടെയെല്ലാം വോട്ട് ചോദിക്കാനും അവരുടെ എല്ലാം ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങാനും എനിക്ക് സാധിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് വിജയം സുനിശ്ചിതമായിട്ട് വരികയാണ്. മറ്റു രണ്ട് മുന്നണികൾ ഈ വികസനം അത് പറയാതെ ഈ വ്യക്തി അധിഷ്ഠിതമായ അത് മാത്രമാണ് രണ്ടുപേരും. രണ്ടുപേർക്കും പറയാൻ വേറൊന്നുമില്ല. വികസനം പറയാൻ നാട്ടുകാർ കല്ലെറിഞ്ഞു ഓടിക്കും. കാരണം എന്താ, ഒരു വികസനം ഇവിടെ കാണാനില്ല. ഇനി എന്ത് വികസനം? 70 വർഷക്കാലമായിട്ട് അവർക്ക് അവസരം കൊടുത്തതാണ്. ഇനിയിപ്പോ വികസനം നമുക്ക് പറഞ്ഞാൽ അവരുടെ അടുക്കെ ചെല്ലാൻ പറ്റും. നാട് മുഴുവൻ ഇപ്പോൾ ജനങ്ങൾ അരക്ഷിത അവസ്ഥയിൽ കഴിയുകയാണ്. ഒരു വികസനം ഒരു സ്ഥലത്തുമില്ല. കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. ഇവിടെ നമുക്ക് ചെറുപ്പക്കാർ നാട് വിടുകയാണ്. ഒരു തരത്തിൽ 10 പേർക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭം പോലും ആരംഭിച്ചിട്ടില്ല. പിന്നെ എന്ത് വികസനം ഇവർക്ക് പറയാനുള്ളൂ? അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊക്കെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വേണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് അവരുടെ. അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവർക്കൊന്നും വികസനം പറയാൻ പറ്റില്ല. ഇതുപോലെ വ്യക്തിപരമായ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉന്നയിച്ച് സമയം കളയുക എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എന്തെങ്കിലും പദ്ധതി നടപ്പിലാക്കും എന്നവർ പറയാൻ പറ്റില്ല. അതേസമയം ഞാൻ വികസിത ആറന്മുളയെ കുറിച്ച് മാത്രമേ പറയുന്നു. എനിക്ക് ഇവിടെ പഴിയാരാനോ ചെളിവാരി എറിയാനോ ഒന്നും സമയമില്ല. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുണ്ട്. വികസനം, അവരുടെ ക്ഷേമം, അവരുടെ ഉയർച്ച, അവർക്ക് അവരുടെ തൊഴില്, അവരുടെ ആരോഗ്യം, കൃഷി, വ്യവസായം, വാണിജ്യം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ കുതിപ്പുണ്ടാക്കി അവരെയൊക്കെ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ്. ഈ കുടുംബയോഗങ്ങളൊക്കെ ഈ വോട്ടർമാരെ കാണുമ്പോൾ എന്താണ് ആത്മവിശ്വാസം? അല്ല, കുടുംബങ്ങളിലൊക്കെ എല്ലാവരും ഇപ്പൊ ചെറുപ്പക്കാരെ ഇവിടെ നിന്ന് കാണാനില്ല. കാരണം അവരൊക്കെ തൊഴിൽ തേടി പുറത്തു പോയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനമുള്ള ഒരു പ്രദേശമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം കിട്ടുന്ന സ്ഥലം ഈ ആറന്മുള പ്രദേശമാണ്. കാരണം ഇത്രയധികം ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു പ്രദേശം വേറെ ഇല്ല. മാരാവൺ കൺവെൻഷൻ, ആറന്മുള വള്ളംകളി, ആറന്മുള വള്ളസദ്യ, അതുപോലെ ഇവിടെ ഇവിടുത്തെ പരിമല തീർത്ഥാടനം, മഞ്ഞനിക്കര തീർത്ഥാടനം, ഇങ്ങനെ ഒട്ടേറെ ശബരിമല തീർത്ഥാടനം, ഇതൊക്കെ ലക്ഷക്കണക്കിന് ആളുകളിൽ ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ ചെലവിടുമ്പോൾ വാസ്തവത്തിൽ ഗവൺമെന്റിന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപയാണ്. പക്ഷെ തിരിച്ച് ഇവിടെ എന്ത് കിട്ടുന്നു? ആർക്കെന്ത് കിട്ടുന്നു? അതുകൊണ്ട് ഗവൺമെന്റ് ഇവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ വരുമാനം കൊണ്ടുപോകും. ഇന്നേ വരെ ഈ 70 വർഷത്തിനിടയിൽ ഒരു പദ്ധതിയും നടപ്പിലാക്കി ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയും ഉണ്ടായിട്ടില്ല. ഒരു സംരംഭങ്ങളും ഉണ്ടായിട്ടില്ല. അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വോട്ട് തേടുന്നത്. വോട്ടർമാരോട് എന്താണ് പറയാൻ? വോട്ടർമാർ വികസനത്തിനൊരോട്ട്, സൗഹാർദ്ദത്തിനൊരോട്ട്, എല്ലാ മതസ്ഥരുടെ സന്തോഷമായിട്ട് കഴിയും, ഐക്യത്തിനൊരോട്ട്, ഇവിടെ മതസൗഹാർദ്ദത്തിനും സഹിഷ്ണുതയ്ക്കും സഹജീവനത്തിനും സഹവർത്തിത്വത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഒരു വോട്ട്. വികസനത്തിന്, സംരക്ഷണത്തിന്, നാടിന്റെ സംരക്ഷണത്തിന്, വിശ്വാസ സംരക്ഷണത്തിന് ഒരു വോട്ട്. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് എം ജെ, പത്തനംതിട്ട, കേരള വിഷൻ ന്യൂസ്.